ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അപ്പം ഇന്ന് ചിങ്ങത്തിലെ അത്തംനാൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു പുണ്യദർശനത്തിനായി ഗുരുഭവനപുരിയിലെ ആ ഒരു ദർശനം ഇന്ന് ശരിക്കും കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരു മനോഹരമായ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. കാരണം അത്തംനാൾ ഭഗവാന് മുന്നിൽ ഇന്നും ആ പൂക്കളാൽ ആ വിരുന്നൊരുക്കിയിരുന്നു. ഓണത്തെ വരവേൽക്കാനായി ഇനി വരുന്ന 10 നാളും ഭഗവാന് മുന്നിൽ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ രൂപങ്ങളിൽ ഭഗവാന് മുന്നിൽ ആ ഒരു പൂക്കളം സമർപ്പണമുണ്ടായിരിക്കും. കഴിഞ്ഞ ഏകദേശം അരപ്പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ അരനൂറ്റാണ്ടുകൾ ഒക്കെ ആയിട്ട് തുടർന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഓരോ വ്യക്തികളുടെയും സമർപ്പണമാണ്, കച്ചവടക്കാരുടെയും മറ്റു പലരുടെയും സമർപ്പണം. അതിങ്ങനെ ഏകദേശം 100 വർഷം 19 വർഷത്തോളമായിട്ട് തുടർന്ന് അത് വരുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാ ഓണക്കാലത്തും അതാത് ആളുകൾ അവിടെ ഇങ്ങനെ പൂക്കളങ്ങൾ ഭഗവാന് മുന്നിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സന്തോഷത്തോടെ, ശരിക്കും പറയുകയാണെങ്കിൽ തലേ ദിവസം തൃപ്പുക കഴിഞ്ഞ് നട അടയ്ക്കാൻ സമയത്ത് തന്നെ പൂക്കളം വരച്ചു തുടങ്ങും ഭഗവാന് മുന്നിൽ. ആ ഒരു നിർമ്മാല്യ ദർശനത്തോട് നിർമ്മാല്യ സമയമാകുമ്പോഴേക്കും പൂക്കളമെല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടാവും. ദീപം തെളിയിച്ച് നട തുറക്കുന്ന ആ ഭഗവാന്റെ നിർമ്മാല്യത്തോടു കൂടി പൂക്കളത്തിന് അരികിൽ വെച്ചിരിക്കുന്ന വിളക്കിൽ ദീപം തെളിയിച്ച് ഭഗവാനിലേക്കായി സമർപ്പിക്കുന്നു എല്ലാ വർഷവും. അതൊരു മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആ ഒരു സമയത്ത് അവിടെ എത്താൻ ഭഗവാൻ അനുഗ്രഹിച്ച് സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് പുലർക്കാരെയാണ് ദർശനം നടത്താൻ സാധിച്ചത്. എല്ലാ വർഷവും പതിവായി നടന്നു വരുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. ആ ഇന്നേരു ദിവസം, അതായത് അത്തനാളിൽ ഭഗവാന് മുന്നിൽ ആ ഒരു ശരിക്കും ഓണത്തെ വരവേൽക്കുന്ന ഒരു പ്രതിനിധി തന്നെയായിരുന്നു. ഇനി വരുന്ന 10 നാളും മനോഹരമായ പൂക്കളങ്ങൾ ഭഗവാന് മുന്നിൽ ഒരുങ്ങിയിരുന്നു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പതിയെ തൊഴുതു മടങ്ങാൻ നേരം എല്ലാ ഭക്തജനങ്ങളും ആ ചിത്രങ്ങളൊക്കെ പകർത്തുന്ന തിരക്കിലായിരുന്നു. ഞാനും കുറേയേറെ ചിത്രങ്ങൾ പകർത്തി. പതിയെ വിവാഹങ്ങളും കാര്യങ്ങളും ചിങ്ങമാസമായതുകൊണ്ട് തന്നെ മുഹൂർത്ത സമയങ്ങളിൽ അതിങ്ങനെ പതിയെ നടന്നു. മേളത്തിൻ്റെ ഒരു സ്വരത്തിലും എല്ലാം ശരിക്കും ആ ഭഗവാന് തിരുമുമ്പിൽ നിൽക്കുമ്പോണ്ടാവുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയായിരുന്നു. വർണ്ണം പകിട്ടാർന്നൊരു പൂക്കളം, അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഭഗവാനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ അതിങ്ങനെ ശരിക്കും ലയിച്ചു പോകുന്നൊരു ഫീല് തന്നെയായിരുന്നു. പതിയെ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നടന്ന് മനസ്സെല്ലാം ശാന്തമായി ദർശനത്തിന് ശേഷം ഞാനും തിരികെ പതിയെ മടങ്ങി. അപ്പോഴും ജനത്തിരക്ക് ഇങ്ങനെ പതിയെ അത്തനാൾ തൊഴാനുള്ള ഓരോ ഭക്തജനങ്ങളെയും തിരക്ക് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വരുന്ന 10 നാളും ഭഗവാന് മുന്നിൽ ഇതേപോലുള്ള മനോഹരമായിട്ടുള്ള പൂക്കളങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ഓണത്തെ വരവേൽക്കാൻ എല്ലാ ജനങ്ങൾക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ ദർശനം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.